ഹായ് ഓൾ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ രൂപകൽപ്പനയ്ക്കും നിർമ്മിതിക്കും പിന്തുടരുന്ന ഭാരതീയ പൗരാണിക സമ്പ്രദായമാണ് വാസ്തുശാസ്ത്രം. തച്ചുശാസ്ത്രവും ഇതിൽ ഉൾപ്പെടുന്നതാണ്. പ്രാദേശികമായി ഈ സമ്പ്രദായത്തെ സ്ഥാനം നോക്കൽ എന്നും മറ്റും പറയാറുണ്ട്. ഒരു കെട്ടിടം നിർമ്മിക്കുന്ന സമയത്ത് പിന്തുടരേണ്ട അളവുകളും ഘടനകളും അതിൻ്റെ സ്ഥാനവും ദിശകളും ഒക്കെ വളരെ സൂക്ഷ്മമായി വാസ്തുശാസ്ത്രത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നു. സൃഷ്ടിയുടെ അധിപനായ ബ്രഹ്മാവ് വിശ്വകർമാവിന് ഉപദേശിച്ചു കൊടുത്തതാണ് വാസ്തുശാസ്ത്രം എന്ന് ഹൈന്ദവ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. അടിസ്ഥാനപരമായി വടക്ക്, കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ് എന്നീ 4 ദിശകളിൽ നിന്ന് പ്രസരിക്കുന്ന ഊർജത്തെയും പഞ്ചഭൂതങ്ങളെയും കണക്കാക്കിയാണ് വാസ്തുശാസ്ത്രത്തിൽ നിർമ്മാണങ്ങൾ നിശ്ചയിക്കുന്നത്. വാസ്തുശാസ്ത്ര പ്രകാരം ഏത് നിർമ്മിതികൾക്കും ചില കാര്യങ്ങൾ നിശ്ചയമായും പരിഗണിക്കണം. അതിനാൽ ഒരു വീടിന്റെ പ്രധാന കവാടവും വാതിലും സംബന്ധിച്ച് പിന്തുടരേണ്ട ചില വാസ്തുകാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. ഒരു വീടിന്റെ പ്രധാന വാതിൽ എപ്പോഴും സുഖകരമായ ചുറ്റുപാടുകളിലേക്കായിരിക്കണം തുറക്കേണ്ടത്. കാരണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോഴോ പ്രവേശന കവാടത്തിൽ നിന്ന് പുറത്തു കടക്കുമ്പോഴോ നിങ്ങൾക്ക് മനോഹരമായ ഒരു അനുഭവം പ്രദാനം ചെയ്യുന്നത് ഉന്മേഷകരമായ ഊർജ പ്രഭാവം നിലനിർത്താൻ സഹായിക്കും. പ്രവേശന കവാടം ഒരിക്കലും അലങ്കോലമായിരിക്കരുത്. കൂടാതെ മരങ്ങളുടെയോ വള്ളിച്ചെടികളുടെയോ നിഴൽ അകത്തേക്ക് വീഴുന്ന തരത്തിലും ആകരുത്. അതോടൊപ്പം തന്നെ പാതകൾ കൂടിച്ചേരുന്ന ഭാഗത്തേക്ക് പ്രധാന ഗേറ്റ് തുറക്കുന്നില്ല എന്നത് ഉറപ്പാക്കേണ്ടതുണ്ട്. ഇത്തരം പാതകൾ ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കുകയും അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്തേക്കാം. അതുപോലെ തന്നെ പ്രധാന ഗേറ്റിന് മധ്യത്തിലായി വരുന്ന തരത്തിലായിരിക്കരുത് വീട്ടിലെ പ്രധാന വാതിൽ. മാത്രവുമല്ല, വീട്ടിലെ പ്രധാന വാതിൽ വീട്ടിലെ മറ്റ് വാതിലുകളേക്കാൾ വലുതുമായിരിക്കണം. ഇതിനെല്ലാത്തിനും പുറമെ തെരുവിന്റെ തലത്തിനേക്കാൾ അല്പം ഉയരത്തിലായിരിക്കണം പ്രധാന വാതിൽ സ്ഥാപിക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പ്രധാന വാതിലിലേക്കുള്ള പടികൾ എപ്പോഴും ഒറ്റ സംഖ്യകളായിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ വീടിന്റെ പ്രധാന പ്രവേശന കവാടം ഒരിക്കലും ഉപേക്ഷിക്കപ്പെട്ട കെട്ടിടത്തിന്റെയോ ജീർണിച്ചതോ തകർന്നതോ ആയ സ്ഥലത്തിന് അഭിമുഖമായിരിക്കാൻ പാടില്ല. കൂടാതെ സാധ്യമെങ്കിൽ അത് നിങ്ങളുടെ അയൽക്കാരന്റെ പ്രധാന കവാടത്തിനും നേരിട്ട് അഭിമുഖമാകാതിരിക്കാനും ശ്രദ്ധിക്കുക. ഇപ്പോഴത്തെ ഫ്ലാറ്റ് സംസ്കാരത്തിൽ എല്ലായ്പ്പോഴും പ്രായോഗികമല്ലെങ്കിലും ഒരു വീടിന് 2 പ്രവേശന കവാടങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉത്തമമായ കാര്യമാണ്. 2 പ്രവേശന കവാടങ്ങൾ ഉണ്ടെങ്കിൽ പ്രധാന ഡോറിനേക്കാൾ ചെറുതായിരിക്കണം എക്സിറ്റ് ഡോർ. നിഴലുകൾ ഒരിക്കലും നല്ലതല്ല. അതിനാൽ പ്രധാന പ്രവേശന കവാടം നിർമ്മിക്കുമ്പോൾ അതിലൂടെ നിഴലുകൾ വീഴുന്നില്ലെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. പ്രധാന വാതിലും വീട്ടിലേക്കുള്ള പ്രവേശന കവാടവും വീടിന്റെ ഒരേ വശത്താണെങ്കിൽ അത് വളരെ അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. പ്രധാന കവാടത്തിന്റെ വാതിലുകളുടെ നിർമ്മാണത്തിന് കോർണർ ഭിത്തികൾ ഒഴിവാക്കുന്നതാണ് നല്ലത്. വാസ്തവത്തിൽ അത്തരമൊരു ജംഗ്ഷനിൽ നിന്ന് 2 അടി അകലെ വിട്ട് വേണം വാതിൽ നിർമ്മിക്കേണ്ടത്. എല്ലാത്തിനുമുപരി പ്രധാന പ്രവേശന കവാടം എല്ലായ്പ്പോഴും ഉറപ്പുള്ളതായിരിക്കണം. അതിനാൽ അത് ഉയർന്ന നിലവാരമുള്ള മരം പോലെയുള്ള ഉയർന്ന നിലവാരമുള്ള വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് വേണം നിർമ്മിക്കാനായിട്ട്. കൂടാതെ നിർമ്മാണ ഘട്ടത്തിലായിരിക്കുമ്പോൾ വാതിലിന് വിള്ളലുകളോ മറ്റു കേടുപാടുകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ഇത് അശുഭകരമായി കണക്കാക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ പ്രധാന പ്രവേശന കവാടത്തിന്റെ വീതി എപ്പോഴും വാതിലിന്റെ നീളത്തിന്റെ പകുതി ഉയരത്തിലായിരിക്കണം. ഇതിനർത്ഥം വാതിലിന് 10 അടി ഉയരമുണ്ടെങ്കിൽ വീതി 5 അടി വീതിയുള്ളതായിരിക്കണം. നമ്മുടെ വീടിന്റെ പ്രധാന വാതിലിന് അതിനുള്ളിൽ ജീവിക്കുന്ന നമ്മളെപ്പോലെയുള്ളവരുടെ ജീവിതവുമായി ഒരുപാട് ബന്ധമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല അറിവുകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.